അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാം ഇന്ന് 21-ാം നൂറ്റാണ്ടിലെ വിവരസാങ്കേതിക യുഗത്തിലാണ് ജീവിക്കുന്നത്. ശാസ്ത്രവും സാങ്കേതിക രംഗവും വിജയപീഠങ്ങളിൽ ഉല്ലസിക്കുമ്പോൾ പുതുതലമുറ ഈ വഴിയിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. ഒരു പുസ്തക വായനക്കാരൻ മരണത്തിന് മുമ്പ് 1000 ജന്മങ്ങൾ ജീവിക്കുന്നു എന്ന് പറയുന്നത് ജോർജ് മാർട്ടിനാണ്. നമ്മെ പുതിയ ലോകങ്ങളിലേക്ക് ആനയിക്കാനും നമ്മുടെ അറിവ് വികസിപ്പിക്കാനും നമ്മുടെ ജീവിതത്തെ നവീകരിക്കാനും കഴിയുന്ന ഒരു മാന്ത്രിക ശക്തിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. എല്ലാവർക്കും പ്രാപ്യമായ എന്നാൽ പലപ്പോഴും നമ്മൾ അവഗണിക്കപ്പെടുന്ന ഒരു മഹാശക്തി, അതാണ് വായന. സൃഷ്ടികളിൽ ഉന്നതനാണ് മനുഷ്യർ. ഭൂമിയിലുള്ള ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യൻ വ്യത്യസ്തനാകുന്നത് അറിവും വിവേകവും കൊണ്ടാണ്. തൻ്റെ ജീവിത വഴികൾ ചിട്ടപ്പെടുത്താനും ജീവിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും പുസ്തകങ്ങൾ സഹായിക്കുന്നുണ്ടെന്ന കാര്യം തർക്കമില്ലാത്തതാണ്. അറിവിൻ്റെയും വിദ്യയുടെയും ഏറെ ഉദ്ഘോഷിച്ച മതമാണ് ഇസ്ലാം. ഖുർആനിൽ ഏറ്റവും മൗലികവും പ്രഥമവുമായ വാക്യമാണ് ഇഖ്റ. നിന്നെ സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കുക എന്നത് കേവലാർത്ഥത്തിൽ ഒരു വേദഗ്രന്ഥം വായിച്ചു തുടങ്ങുമ്പോൾ പുലർത്തേണ്ട അടിസ്ഥാന ദൈവബോധത്തെ മാത്രമല്ല ദൈവനാമത്തിൽ ആരംഭം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് വായനയോളം വിശാലമായ വലിയൊരു സാധ്യതകളിലേക്കാണ് വായന നമ്മുടെ ബാധ്യതയാണെന്ന ബോധ്യം പകർന്നു തരികയാണ് വിശുദ്ധ ഖുർആൻ. പ്രശസ്ത ബ്രിട്ടീഷ് തത്വചിന്തകൻ ഫ്രാൻസിസ് ബേക്കണിൻ്റെ വാക്യം പ്രസക്തമാണ്. ചില പുസ്തകങ്ങൾ രുചിച്ചിന്തകേണ്ടവയാണ്, ചിലത് വിഴുങ്ങേണ്ടതുമാണ്, അപൂർവ ചിലത് ചവച്ചരിച്ച് ദഹിപ്പിക്കേണ്ടതുമാണ്. എന്ത് വായിക്കണം, എങ്ങനെ വായിക്കണം എന്നതിനെക്കുറിച്ചാണ് ബേക്കൺ ഓർമ്മപ്പെടുത്തുന്നത്. നന്മയുടെ, നീതിയുടെ, ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പുസ്തകങ്ങൾ ഭാവിയിലെ വെളിച്ചങ്ങളാണ്. ബ്രഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു വാക്യമുണ്ട്, വിശക്കുന്ന മനുഷ്യ നീ പുസ്തകം കയ്യിലെടുക്കൂ, അതും ഒരു ആയുധമാണ്. നമുക്ക് ചുറ്റുമുള്ള എല്ലാ അനീതികളെയും നിഷ്പ്രഭമാക്കാൻ നിങ്ങൾ കയ്യിലെടുക്കുന്ന പുസ്തകത്തിന് ശേഷിയുണ്ടെന്ന് അത് നിങ്ങളെ മറ്റൊരു മനുഷ്യനാക്കുമെന്നും നിങ്ങളുടെ ചുറ്റും മാറ്റങ്ങളുടെ കൊടുങ്കാറ്റ് വിതയ്ക്കുമെന്നും ലിബിയൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ധീരമായി ശബ്ദിച്ച ഉമർ മുഖ്താർ തൂക്കിലേറ്റപ്പെടും മുമ്പ് കയ്യിൽ കരുതിയ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുന്നത് ഉത്തമഗ്രന്ഥത്തെ മരണം മുഖാമുഖം കാണുമ്പോഴും ചേർത്ത് പഠിച്ച ചരിത്രം നമ്മെ ത്രസിപ്പിക്കുന്നില്ലേ? ആധുനിക കാലത്ത് വായനക്കാർ ദിനേനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടുഡേസ് റീഡർ ഈസ് ടുമോറോസ് ലീഡർ. ഇന്നത്തെ വായനക്കാരൻ നാളത്തെ നേതാവാണ്. മാർഗരറ്റ് ഫുള്ളറിൻ്റെ വാക്കുകൾ നമുക്ക് പ്രചോദമാക്കണം. തരുണത്തിൽ പ്രശസ്ത കവി കടമനിറ്റയുടെ വരികൾ എൻ്റെ കാതിനെ മന്ത്രിക്കുന്നുണ്ട്. കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കും ഉൾക്കണ്ണ് വേണം, അണയാത്ത കണ്ണ്. അകക്കണ്ണിലൂടെ പുസ്തകത്തിലെ വർണ്ണച്ചിറിയിലേറാൻ നമുക്ക് സാധിക്കണം. വായന എന്നത് വെറും ആഡംബരമില്ലെന്നും അത്യാവശ്യമാണെന്നുമാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ശ്രമിച്ചത്. അതിനാൽ ഒരു നല്ല പുസ്തകത്തിൻ്റെ ഓരോ താളുകളും നഷ്ടപ്പെടാതിരിക്കാനായി നമുക്ക് ജാഗ്രതപ്പെടാം. നമ്മുടെ മുമ്പിലുള്ള മാന്ത്രിക ശക്തിയെ നമുക്ക് സ്വായത്തമാക്കാം. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.